മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലേക്ക് അപർണ എങ്ങനെയാണ് വന്നത് എന്നൊന്ന് പറയൂ. ഞാൻ ഓഡിഷൻ വഴിയാണ് സിനിമയ്ക്ക് വരുന്നത്. അതായത് ശ്യാം പുഷ്കറിന്റെ വൈഫ് എന്റെ ടീച്ചറായിരുന്നു. ആക്ച്വലി ഇതില് മാം ഒരു റോൾ ചെയ്തിട്ടുണ്ട് ഈ മൂവിയില്. എൽദോ എന്ന് പറഞ്ഞ ആളുടെ വൈഫായി, അമേരിക്കയിലുള്ള ഡയറക്ടറുടെ വൈഫായി അഭിനയിച്ചത്. സോ ഞാൻ ചുമ്മാ എനിക്കൊന്ന് അയച്ചു, നെറ്റിന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് അയച്ചു. ഇങ്ങനൊരു ഓഡീഷൻ ഉണ്ട്. അപ്പൊ ഞാനങ്ങനെ ഓക്കെ സൈൻ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഒത്തിരി പ്രതീക്ഷ പോയതൊന്നുമല്ല, പക്ഷെ ഈ ഒരു ടീം ആയതുകൊണ്ട് നല്ലതായിരിക്കും എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അങ്ങനെ 2 ഓഡീഷൻസ് ഉണ്ടായിരുന്നു. 2 ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സെലക്ഷൻ വന്നത്. അതിൽ എന്നെ ഇപ്പൊ സോണിയയുടെ റോളും ചെയ്യിപ്പിച്ചിട്ടുണ്ട്, എന്നെ സൗമ്യയല്ല എന്റെ ജിൻസിയുടെ റോളും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 2ഉം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓഡിഷനിൽ എന്തൊക്കെ ചെയ്യിച്ചത്? സോണിയയുടെയും ജിൻസിയുടെയും ഏതൊക്കെ റോൾസ് ആണ്, ഏതൊക്കെ സീൻസ് ആണ്? അത് സോണിയ ക്രിസ്റ്റിനെ ആരാണ് ആദ്യം, ക്രിസ്റ്റിനെ ആദ്യമായിട്ട് ക്രിസ്ത്യൻ വീട്ടിൽ വരുമ്പോ ഉള്ള സീൻ അത് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജിൻസിയുടെ സീനാണെങ്കിൽ അമ്മയായിട്ട് വഴക്ക് കൂടുന്നത് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഇതില് ചെന്നപ്പോ തന്നെ പറഞ്ഞായിരുന്നോ ഈ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ആയിരിക്കും ആക്ട് ചെയ്യേണ്ടി വരിക, ഇങ്ങനെയാണ് ചെയ്യേണ്ടി വരിക? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ അടുത്ത് ഒന്നും പാർലറിലൊന്നും പോകരുതെന്ന് പറഞ്ഞിരുന്നു. അതായത് ഒത്തിരി അങ്ങ് മേക്കപ്പ് ആവണ്ട, ഇങ്ങനെ ഉള്ള പോലെ തന്നെ മതി, ഇങ്ങനെ തന്നെ വന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അതൊന്നും മേക്കപ്പിന്റെ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ പൊതുവെ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ വേണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഈ മഹേഷിന്റെ പ്രതികാരത്തില് അപർണ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്തിട്ട് ഏത് സീനാ ചെയ്ത്? ഞാൻ ആദ്യം ചെയ്തത് എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു സോങ് കട്ടില് പടി ഇറങ്ങുന്ന ഒരു സീൻ അതിലുണ്ട്. അതാണ് ചെയ്തത്. ആദ്യമായിട്ട് ചെയ്ത ഷോട്ട് എന്ന് പറയുന്നത് അതാണ്. ഈ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്യാമ്പിന് ഇപ്പൊ ദിനീഷേട്ടൻ എന്നെയും സോണിയായി അഭിനയിച്ച് ലിജി ചേച്ചിനെ വിളിച്ചിട്ട് റോള് പറഞ്ഞു തരാൻ വിളിച്ചതായിരുന്നു. അപ്പൊ റോള് ആ ഒരു സമയം അന്നത്തെ ദിവസമാണ് ജിൻസിയാണ് ഞാനെന്ന് അറിഞ്ഞിരുന്നത്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അത് അങ്ങനെ മനഃപൂർവ്വം ചെയ്തതുകൂടിയാണ്. കാരണം ആ സസ്പെൻസ് അങ്ങ് അത്രയ്ക്ക് ഇതാവണ്ടെന്ന് ഉള്ള പോലെ, എനിക്കും കൂടി അതൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്നുള്ള പോലെ ആയിരുന്നു അത്രയും വൈകി അത് വെച്ചത്. സിനിമയില് ആക്ട് ചെയ്യണം എന്നുള്ളത് ഇഷ്ടമായിരുന്നോ അതോ ഇങ്ങനെ ടീച്ചർ പറഞ്ഞത് പ്രകാരം ചെയ്താണ്? ഇഷ്ടമായിരുന്നു. ഞാൻ സെക്കൻഡ് ക്ലാസ് യാത്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് മൂവിയിൽ അഭിനയിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ആൻഡ് ഞാൻ ഫിലിം ഫീൽഡിലേക്ക് അങ്ങനെ വരുന്നുള്ളത് എക്സ്പെക്ട് ചെയ്ത കാര്യമല്ലായിരുന്നു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ് ഫിലിം ഫീൽഡിലേക്ക് വരിക എന്നുള്ളത്. പക്ഷെ ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു അഭിനയിക്കാൻ. ഇതിനു മുമ്പ് ഞാൻ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഇർഷാദിന്റെ ലക്ഷ്മി ഗോപാല കവിയുടെ മോളായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ചെറുതായിരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിലുള്ള അപർണ ഇടുക്കി, അപ്പം സിനിമ കണ്ട എല്ലാവരും പറഞ്ഞ പക്ക ഇടുക്കി ക്യാരക്ടറായിട്ട് ഇടുക്കിയിലുള്ള പെൺകുട്ടികൾ എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു അതായിരുന്നു അപർണ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ ഇടുക്കിക്കാരിയാവാൻ അപർണ നടത്തിയ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ഒരു തൃശ്ശൂരിൽ അത് ഞാനായിട്ട് എടുത്തൊരു തയ്യാറെടുപ്പായിരുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ ഞാൻ അന്ന് ആ ക്യാമ്പിന് പോയപ്പോ 2 ദിവസം ആ ക്യാമ്പിന് പോയ ദിവസം എന്റെ അടുത്തും ആ ചേച്ചിയുടെ അടുത്തും ഒരുമിച്ച് ഇങ്ങനെ ഈ കവലയിൽ അവിടുത്തെ ചെറുതോണി സ്റ്റോപ്പിലൊക്കെ നടക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അവിടുത്തെ കടകളിൽ പോവുക. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ അവിടത്തൊക്കെ പരിചയമായത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ എന്താ പറയാ, ഷൂട്ടിന്റെ സമയത്താണേലും എപ്പോഴും ആ സെറ്റിലെന്ന് വെച്ചാൽ എല്ലാ അവിടുത്തെ ഇരിക്കുകയും എല്ലാ ഇതുമായിട്ട് ഒരുമിച്ചിരിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ചെയ്യുന്ന മെയിൻ ആക്ടിവിറ്റീസ്. അതുകൊണ്ടാണ് കൂടുതൽ ഈ ടച്ച് നല്ലോണം വന്നത്. ഡബിംഗ് ഒക്കെയോ? ഞാൻ തന്നെയായിരുന്നു. തൃശ്ശൂർ സ്ലാങ്ങും ഇടുക്കി സ്ലാങ്ങും നല്ല ഡിഫറൻസ് ഉള്ളതല്ലേ? എങ്ങനെ സ്ലാങ്? വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ കാലം അവിടെ കുറച്ചൊരു 1.5 മാസത്തോളം ഇടുക്കിയിലായതുകൊണ്ട് എനിക്ക് ആ ഇടുക്കി സ്ലാങ് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. ഈ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? ഇല്ല. ഏതായിരുന്നു? മൗനങ്ങൾ എന്നിട്ട് ഞാൻ തന്നെ ആക്ട് ചെയ്ത റൊമാൻറ്റിക് പാട്ട്. എങ്ങനെയാ പാട്ടിലേക്ക് ഗായിക എന്നുള്ളത്?
ഓൾറെഡി അമ്മയച്ഛനും മ്യൂസീഷ്യൻസ് ആണ് ഓൾറെഡി. പിന്നെ ഞാനും പാടുമായിരുന്നു. അപ്പൊ ഓഡിഷനൊക്കെ ചുമ്മാ പാടിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു പാട്ട് പാടുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാട്ട് പാടിയിരുന്നു. അതിനുശേഷം ഷൂട്ട് തുടങ്ങിയതിനു ശേഷം ഒത്തിരി ഇങ്ങനെ ഇടയ്ക്ക് പാടുക, അങ്ങനെയൊക്കെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്റെ പാട്ട് കേട്ടപ്പോ ദിലീഷേട്ടനും തോന്നി ഒന്ന് പാടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു. വിജയേട്ടന്റെ അടുത്ത് പറഞ്ഞ് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വിജയേട്ടന് പാട്ട് അയച്ചു കൊടുത്തു. അപ്പൊ പാടി നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോയത് തന്നെ. പക്ഷെ എന്തോ ഭാഗ്യത്തിനത് ഓക്കെ ആയി. അപ്പൊ വിജയേട്ടനത് ഇഷ്ടമായി. അങ്ങനെ ഞാൻ തന്നെ ആ പാട്ട് പാടി. ഇനിയിപ്പം നെക്സ്റ്റ് എയിം എന്താണ്? സിനിമയാണോ പാട്ട് ഗായികയാണോ എന്നാണോ? എല്ലാം എന്റെ പറ്റാവുന്നെല്ലാം ചെയ്യണം. ഇപ്പൊ ആർക്കിടെക്ചർ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ മൂവീസ് ഓപ്പർച്യൂണിറ്റി നല്ല റൂം കിട്ടിയാൽ ഞാൻ അത് ചെയ്യും. മ്യൂസിക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എടുക്കും സിംഗിങ്ങില്. നെക്സ്റ്റ് സിനിമ ഏതാ? ഇല്ല അതൊന്നും ആയിട്ടില്ല. ഒന്ന് വന്നു VKT സാറിന്റെ ഒന്ന് വന്നു. പക്ഷെ എനിക്ക് പഠിപ്പിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഫാമിലിനെ കുറിച്ചൊന്ന് പറയൂ. അച്ഛനും അമ്മയും മ്യൂസിഷ്യൻസ് ആണ്. അച്ഛന്റെ പേര് ബാലമുരളി KP, അമ്മ ശോഭ ബാലമുരളി. അപ്പൊ മ്യൂസിക് ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക്കിന്റെ ഒരു ആക്ച്വലി എനിക്ക് നല്ലൊരു പാരമ്പര്യം തന്നെ ഉണ്ടായത്. അച്ഛന്റെ അമ്മാവനാണ് KP ഉദയഭാനു. അതുപോലെ എന്റെ മുത്തശ്ശൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു LCS. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും വലിയൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ മൂത്ത ചേട്ടനും ഞാനും ഒരുമിച്ച് ഫഹദ് ഫാസിലിന്റെ കൂടെ വർക്ക് ചെയ്തൊരു ടൈമായിരുന്നു. കാരണം അങ്കിളാണ് അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊഡ്യൂസർ. ഇപ്പൊ അങ്കിളിന്റെ ഒരു പത്മശ്രീയും കിട്ടി. സുന്ദർമേനൻ എന്ന പേര്, സുന്ദർമേനൻ. അതാണ് ഫാമിലി ഭയങ്കര സപ്പോർട്ടീവാണ് മൊത്തത്തിലെ ഫാമിലി. ഇപ്പൊ അമ്മയുടെ ഫാമിലി ആണെങ്കിൽ അച്ഛന്റെ സൈഡ് ആണെങ്കിൽ ആദ്യം എന്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. പൊതുവെ ഫിലിം സീൻ എന്ന് പറയുമ്പോ ഒരു സെക്കൻഡ് തിങ്കിങ് ഉണ്ടാവും. പക്ഷെ ആദ്യം എന്റെ അടുത്ത് നോ പറയാൻ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. ബോത്ത് ഫാമിലീസ്, കസിൻസ് ആണെങ്കിലും അങ്കിൾ ആന്റി എല്ലാവരും അതെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഒറ്റ മോളാണോ? ഒറ്റ മോളാ. ഡാൻസ് ഒക്കെ പാട്ടിന്റെ കൂടെ തന്നെ ഡാൻസും പഠിക്കുന്നുണ്ടോ? ഡാൻസ് പഠിച്ചിരുന്നു. പാട്ടും ഇപ്പം ഈ പഠിച്ചു തന്നെ കുറച്ച് ബ്രേക്ക് എടുത്തേക്കാണ് പഠിച്ചത്. ഡാൻസ് ഞാൻ തൃശ്ശൂര് ഹുസ്നാബാനി ടീച്ചർ, കുട്ടൻ മാഷ്, പിന്നെ ഷഫീഖുദ്ദീൻ ഇവരുടെ 3 പേരുടെയും കീഴിലാണ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ പാട്ട് പഠിച്ചിരിക്കുന്നത് സുമാ പിഷാരടി എന്നുള്ള ടീച്ചറിന്റെ കീഴില്. അതുപോലെ തന്നെ ഞാൻ പിയാനോയും പഠിച്ചിട്ടുണ്ട്. ഫാദർ തോമസ് ചക്കാലമ്പറ്റത്തിലുണ്ട്. ഫാദർ തോമസിന്റെ കീഴിലാണ് ഞാൻ പിയാനോ പഠിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് എന്റെ മെയിൻ ആക്ടിവിറ്റീസ് ആയിരുന്നു സ്കൂൾ ടൈമിലൊക്കെ. വലിയ കലാകാരിയാണല്ലേ? അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമായത് കലയോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നാൽ അച്ഛനും അത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കും. അതൊന്നും പഠിച്ചിട്ടല്ല, പക്ഷെ എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നന്നായിട്ട് കൈകാര്യം ചെയ്യും അതൊക്കെ. സിനിമ കണ്ടിട്ട് ഫാമിലിന്നും പിന്നെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആരും ഇത്ര പ്രതീക്ഷിച്ചില്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്യില്ല. കാരണം ജിൻസി ഒരു സർപ്രൈസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ പോലും ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് ജിൻസി ഞാനാന്ന് അറിയുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഞാൻ ജിൻസിയാന്നുള്ളത്. അപ്പൊ അവർക്കത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പിന്നെ മൂവിയിലൊക്കെ ഭയങ്കര നല്ലൊരു മൂവി, അവർക്കും ഭയങ്കര ഇഷ്ടമായി. പൊതുവെ ഭയങ്കര ഹിറ്റാന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ഫാമിലി ആണെങ്കിലും അവരൊക്കെ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പോയി. എനിക്ക് പറ്റിയില്ല, കാരണം ഞാനൊരു ട്രാവലിലായിരുന്നു. അതുകൊണ്ട് മൂവി ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. പക്ഷെ എന്റെ ഫാമിലിയൊക്കെ ഫസ്റ്റ് ഡേ തന്നെ മൂവി കാണാൻ പോയിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ടായിരുന്നു. കാരണം എന്നെ ഇത്ര ഒരു പ്രോമിനന്റ് റോളില് ബിഗ് സ്ക്രീനിൽ കാണാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ലൈഫിൽ വന്ന മാറ്റം ഉണ്ടോ ഒരു ആക്ട്രസ് ആയതിനു ശേഷം? ഡെഫിനറ്റ്ലി ഉണ്ട്. അതും എനിക്ക് പ്രത്യേകിച്ച് സ്വഭാവത്തിലൊന്നും മാറ്റം എനിക്ക് മാറാനും പറ്റില്ല. പക്ഷെ ഇതേപോലെ ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നിയത് കുറെ നെഗറ്റീവ് ഒപ്പീനിയൻസും കേൾക്കാന്നുള്ളതാണ് എന്റെ ഈ ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം ഞാൻ കണ്ട ഏറ്റവും വലിയ ചാലഞ്ച്. അതായത് ഇപ്പൊ ഞാൻ നോർമൽ മനുഷ്യനറിയാം എല്ലാവരും നന്നായിരുന്നു, ഒരു ചെറിയ സ്റ്റേജിൽ പാട്ട് വരെ നന്നായിരുന്നു, എല്ലാവരും നമ്മുടെ ഫാമിലി മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു ലാർജർ സ്കെയിലിൽ വന്നപ്പോൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ്, ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഹൗ ടു ടേക്ക് എ നെഗറ്റീവ് കമന്റ് എന്നുള്ളതാണ് ഞാൻ ഒരു ആക്ട്രസ് ആയിട്ട് പഠിച്ചൊരു കാര്യം. ഇത് ഇച്ചിരി ലാർജ് സ്കെയിലായപ്പോ അതാണ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു
വേറെ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം എന്റെ ലൈഫിൽ വന്നിരിക്കുന്ന ഏറ്റവും ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ്സ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നല്ല ഹോംവർക്ക് പഠിക്കുന്നത്. കോളേജ് ലൈഫിനിടയ്ക്ക് എങ്ങനെയാവും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അഭിനയൊക്കെ? കോളേജ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ എന്റെ ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഞാൻ ഈ ഒരു മൂവിക്ക് അഭിനയിക്കാൻ പോയപ്പോ. കാര്യം ഒത്തിരി വർക്ക്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവരായിട്ട് ഒത്തിരി പ്രഷറൈസ് ചെയ്തിട്ടില്ലല്ലോ. ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും പ്രഷറൈസ് ചെയ്തില്ല. അതുകൊണ്ട് ദാറ്റ് ഹെൽപ് മീ എ ലോട്ട്. നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ എനിക്കത് ഭയങ്കര സഹായിച്ചിരുന്നു. അതുപോലെ അതുകൊണ്ടാണ് കൂടുതലും എനിക്ക് കോളേജിൽ മൂവി കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സ് എന്റെ പേരിൽ ഭയങ്കര പ്രഷർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടായിരുന്നു. പക്ഷെ ഇത് തിരിച്ച് എന്നെ ഭയങ്കര സന്തോഷത്തിൽ ബ്ലെസ് ചെയ്തിട്ട് എന്നെ ഫിലിമിന് അയച്ചു. അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് നല്ലോണം ഹെൽപ്പ് കിട്ടി അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മെന്റൽ ഹെൽപ്പാണ് കൂടുതൽ. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. അല്ലാണ്ട് ഇപ്പൊ ചെയ്തു തരാന്നുള്ളതായിരുന്നില്ല. വിച്ച് ഐ വാണ്ടഡ് ഓൾസോ വാസ് ദ മെന്റൽ ഹെൽപ്പ്. അതെനിക്ക് നല്ലോണം എന്റെ ടീച്ചേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രണ്ട്സിന്റെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ബേസിക്കലി ആർക്കിടെക്ചർ ഭയങ്കര ടഫാണ്. പക്ഷെ ഇവരുടെ ഒരു സപ്പോർട്ട് കാരണം ഐ കുഡ് കംപ്ലീറ്റ് ഇത്രയും കാലം ബാലൻസ് ചെയ്യാൻ പറ്റി. ഭയങ്കര എന്താ ഹിറ്റ് ആയിട്ടുള്ള ഒരു നടൻ, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു നടൻ. ഞാൻ ആക്ച്വലി കണ്ടതിൽ വെച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടതിൽ വെച്ചിട്ട് ആക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു നടനെ കണ്ടിട്ടുള്ളത് ഫഹദിന്. അതായത് ഏതൊരു റോളിലേക്കും പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഫഹദ്. ഞാൻ ആളുടെ ഒരു വലിയ ഫാനാണ് ആക്ച്വലി. എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണെന്നില്ല. ബട്ട് ആസ് എൻ ആക്ടർ ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ കണ്ണുകൊണ്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നുള്ളത്, കണ്ണിലെ എല്ലാ വികാരങ്ങളും വരുത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫഹദിനെ തോന്നിയിട്ടുള്ളത്. അപ്പൊ ആളുടെ കൂടെ അഭിനയിക്കും. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് പൊതുവെ അങ്ങനെ ഫിലിം കാണാത്ത ആള് അമ്മയ്ക്ക് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റില് ഞാൻ ഫഹദ് ഫാസിലിനെ നായികയായിട്ട് അഭിനയിക്കാൻ നടത്തിയ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ടു. കാരണം ഒരു തരത്തിലുള്ള ടെൻഷൻ ഇല്ലാണ്ട് ഹി വാസ് വെരി ഫ്രീ. ഭയങ്കര ജോലി ആയിരുന്നു. ഒരു തരത്തിലുള്ള ഒരു ഏർപ്പെടുത്തം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ജിൻസി ഇത്രയും ഫ്രീ ആയിട്ട് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റിയത്. അതുപോലെ വിജയ് സിദ്ധാർത്ഥിന്റെ കൂടെ പാടാന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഫഹദ് ഫാസിലിന്റെ കൂടെ ആക്ട് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു എനിക്ക് അതിന് വിജയുടെ കൂടെ ചേട്ടനോട് പാടാന്നുള്ളത്. ദാറ്റ് വാസ് ഓൾസോ സർപ്രൈസ് ഫോർ മീ. അതാണ് പിന്നത്തെ മെയിൻ കാര്യം. വിജയാച്ചിന്റെ മ്യൂസിക് ആ ഒരു ബ്രേക്ക് എനിക്ക് ഭയങ്കര ഒരു ലക്കി ബ്രേക്കാണ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ആക്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോൾസ് എന്തെങ്കിലും ഉണ്ട്? ഇനിയിപ്പം ആ ഒരു ക്യാരക്ടർ ഇന്ന ക്യാരക്ടർ പോലെ അങ്ങനത്തെ ഒരു റോള് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം സിംഗിങ് ആണ് പ്രൊഫഷനെങ്കിൽ ഇന്ന ആളെ പോലെ അങ്ങനെ എന്തെങ്കിലും അത് ചെയ്യുമോ? അല്ലെങ്കിൽ ഒരു ഇഷ്ടോ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ ഇഷ്ടമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ക്യാരക്ടേഴ്സിനെയാണ് ഇഷ്ടപ്പെടാറുള്ളത്. അല്ലാണ്ട് ഒരു ആക്ടറിനെ അല്ല. ആക്ടറിനെ ഇഷ്ടമാണ് ഡെഫിനറ്റ്ലി ആ ഒരു ആക്ടർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ആക്ടർ ഒരു മൂവിയിൽ ചെയ്യുന്ന പോലെ ആയിരിക്കും അടുത്ത മൂവിയിൽ. സോ ഐ കനോട്ട് ഹേറ്റ് ഹിം ഫോർ ദാറ്റ്. പക്ഷെ ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് ഇഷ്ടം. ഇപ്പൊ ഞാൻ ക്യാരക്ടർ വൈസ് നോക്കാറില്ല. ഇത് ഒരെണ്ണത്തിന് നല്ല ക്യാരക്ടറാണ്, അതാണ് എനിക്കിഷ്ടം. അപ്പൊ ആക്ടർ ഓറിയന്റഡ് ആയിട്ട് ഞാനൊരു മൂവി അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ കണ്ടതിനെ വെച്ചിട്ട് എനിക്കിപ്പോ 22 ഫീമെയിൽ കോട്ടയം നല്ലൊരു ആ ഒരു സമയത്ത് വന്നൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂവി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആഷിഖ് എന്നൊരു ഡയറക്ടർ തന്നെ ഒരു ഡിഫറെന്റ് ഒരു പെർസ്പെക്ടീവ് മൂവീസിൽ കൊണ്ടുവന്ന ഒരു സമയമായിരുന്നു 22 ഫീമെയിൽ കോട്ടയം ഒക്കെ. അപ്പൊ അതിലത്തെ ക്യാരക്ടർ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതായത് എനിക്ക് ഇപ്പൊ ഉള്ളതിനെ വെച്ചിട്ടൊരു മെയിൻ ആയിട്ട് എനിക്ക് അത് കിട്ടിയാൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ അത് കിട്ടിയാൽ നല്ല അതുപോലെ തന്നെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടർ അതാണ്.